കമോൺ മാൻ. അല്ല ചേട്ടന്റെ ഇഷ്ടം പോലെ മതി. ഈ സാധനം കടിക്കോ? ആശാൻ ഇത് കണ്ട? ഞാൻ 6 വർഷം കൊണ്ടുണ്ടാക്കിയ ബോഡിയാ വെറും ഒരു പനി വന്നപ്പോ 6 ദിവസം കൊണ്ട് പോയി. എന്റെ ഡിക്സാ താൻ ഇങ്ങനെ ആയാ? ഓ ഒരു കാര്യം ചെയ്, നാളത്തെ മീലിൽ ഒട്ടകപക്ഷിയുടെ 2 മുട്ട കൂടി ആടി. ഇദ്ദേഹത്തെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇതൊന്നും ഞണ്ട. എന്താടോ ഇതേതാ സ്ഥലം അറിയാമോ? ജിമ്മല്ലേ? ഞാനാണെന്ന് അറിയാമോ? ട്രെയിലർ അല്ല, ടീസർ. ട്രെയിനർ. താൻ അഡ്മിഷൻ എടുത്തായിരുന്ന? എന്റെ പൊന്നി ചേട്ടാ, അതിനൊന്നും സമയമില്ല. കുറച്ച് മസിൽ ഉണ്ടാക്കണം, 4-5 പേരെ പോയി തല്ലണം. കുറെ നാളായി അപ്പുണ്ണീനെ വരണവനും പോണവനും കേറിക്കിട്ട് കുത്തണം. എല്ലാത്തിനും ഞാൻ അതിന് ഈ സാധനത്തിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അമാരെ പോയി അടി. ചേട്ടാ ഇത് കണ്ടു? എവിടെ? ഹായ് അലുവ പീസ്. ഈ അലുവ കണ്ടോ വെച്ച് ഞാൻ അവന്മാരെ അടിച്ച് അവന്മാർക്ക് സുഖം കിട്ടൂലേ? പിന്നെ അതെനിക്കൊരു ബാധ്യതയാവൂലേ? അതാവും. ചേട്ടന് നല്ല ബോഡിയാണല്ലോ, എനിക്ക് വേണ്ടി ചേട്ടൻ അടിക്കൂ. നീ ഏതെങ്കിലും ജിമ്മന്മാര് ചരുവി കിടന്ന് അടികൂടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണൂല. അമാര് അത്ര പൊന്ന പോലെയാണ് അമ്മാരെ ശരീരം നോക്കണ. ഇത് എത്ര മുട്ടയുടെ വെള്ളയാണെന്ന് അറിയാമോടാ? എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിയോളാം. ഒരാൾ അയാളുടെ വിഷമം പറയുമ്പോ നിന്ന് ചിരിക്കുക. ഇല്ലടാ, നീ ഇത് ഇടിക്കണ്ടപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ഇന്നലെ സോണി ലിവിൽ ഒരു പടം കണ്ട്, ആലപ്പുഴ ജിങ്കാന. ആ നെസ്ലിനും പിള്ളേരും കാണിച്ചു കൂട്ടണ വേല കണ്ട് ഞാൻ ചിരിച്ചിരിച്ച് ചത്ത്. ആ പടത്തിൽ അവന്മാർക്ക് ഇത് ഇടിക്കാൻ ഒരു റീസൺ, ഇപ്പൊ നിനക്ക് ഇത് ഇടിക്കാൻ വേറൊരു റീസൺ. അതോർത്ത് ചിരിച്ചതാ. ആഹാ, ആ പടം സോണി ലിവിൽ വന്നാ കാണണം. അതിനു മുമ്പ് ഞാൻ വേറൊരു ഡീലുണ്ട്. ഇവിടെ അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതൊക്കെ വേണോ? ആ പിന്നെ PT എടുക്കണ്ടേ? അത് സ്കൂളിലല്ലേ? അല്ല, ഇവിടെ ഒരു PT ഉണ്ട്. പിന്നെ നാളെ വരുമ്പോ ഈ മുണ്ട് വേണ്ട, അടിയിൽ നിക്കറ് മതി. അതിനടിയിൽ നിക്കറില്ലല്ലോ. ഒരെണ്ണം വാങ്ങുന്നേ.